ട്രയാങ്കുലേഷൻ സർവേ ആണ് നോക്കിക്കൊണ്ടിരുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഇന്റർ വിസിബിലിറ്റി ആൻഡ് ഹൈറ്റ് ഓഫ് ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ്. ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആണ് ഇന്റർ വിസിബിലിറ്റി. ഓക്കെ, ഇന്റർ വിസിബിൾ ആയിട്ടുള്ള സ്റ്റേഷൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇന്റർ വിസിബിലിറ്റി ബിറ്റ്വീൻ സ്റ്റേഷൻസ് is the most essential conditions in triangulation. Okay, already പറഞ്ഞതാ. When the distance between the stations is too large or the elevation difference is less, both the signal and stations to be elevated to overcome the effect of earthquake. അതായത് നമ്മുടെ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റേഷൻസ് വളരെ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ഇന്റർ വിസിബിൾ ആകത്തില്ല, അല്ലെ, അതിന്റെ വിസിബിലിറ്റി പോസിബിൾ ആകത്തില്ല. അപ്പം അങ്ങനെയുള്ള കേസസിൽ, അതുപോലെ തന്നെ അതിൻ്റെ സിഗ്നൽസ്, അതിൻ്റെ എലിവേഷൻ ഓഫ് സിഗ്നൽസ് വളരെ കുറവാണെങ്കിൽ സിഗ്നൽസിൻ്റെ ഹൈറ്റ് കൂട്ടേണ്ടി വരും, അല്ലേ? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഒരു ടവർ കൺസ്ട്രക്ട് ചെയ്ത് സിഗ്നലിൻ്റെ ഹൈറ്റ് കൂട്ടേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കേസസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇൻറ്റർവിസിബിൾ ആണോ, ഹൈറ്റ് കൂട്ടണമെങ്കിൽ എന്ത് മാത്രം കൂട്ടണം, അതെല്ലാമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദ കാൽക്കുലേഷൻ ഓഫ് ഹൈറ്റ് ഓഫ് സിഗ്നൽ ആൻഡ് instrument depends upon the following factors. Okay, distance between the stations, relative elevation of the stations, profile of the intervening ground. Okay, ഈ 3 ഫാക്ടേഴ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്റ്റേഷൻസ്. ഇഫ് ദ intervening ground does not obstruct the intervisibility, the distance of horizon from the station of known elevation is given by the following formula. Okay, അതായത് ഇപ്പോൾ 2 സ്റ്റേഷൻസ് എടുത്തേക്കാം, അല്ലേ? 2 സ്റ്റേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്തേക്കാം. ഈ 2 സ്റ്റേഷൻസിനും ഇടയ്ക്ക് ഒരു ഒബ്സ്ട്രക്ഷൻസും ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസസിൽ എങ്ങനെയാണ് അവിടുത്തെ ഹൈറ്റ്, അതിൻ്റെ ലൈൻ ഓഫ് സൈറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഈ ഹൈറ്റാണ്. ഇതൊരു ഫസ്റ്റ് സ്റ്റേഷൻ, നമുക്ക് എ എന്ന് പറയാം. സെക്കൻഡ് സ്റ്റേഷൻ ബി എന്ന് പറയാം. അപ്പോൾ ബി എന്ന് പറയുന്ന സ്റ്റേഷനിൽ നമുക്ക് ആ എർത്ത് കർവേച്ചർ കാരണം എന്താണ്, വിസിബിൾ അല്ല, ആ ഒരു പോയിന്റിൽ വിസിബിൾ അല്ല. അപ്പോൾ നമുക്ക് അവിടെ സിഗ്നൽ കൊടുക്കാൻ നേരത്ത് എച്ച് ഹൈറ്റിൽ സിഗ്നൽ കൊടുക്കേണ്ടി വരും, എന്നാൽ മാത്രമേ എയിൽ നിന്ന് ബിയിലേക്ക് കാണാൻ പറ്റൂ, അല്ലേ? ലൈൻ ഓഫ് സൈറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ എച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? അതിനുള്ള ഇക്വേഷൻ ആണ് കൊടുത്തേക്കുന്നത്. എച്ച് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 2r ഇൻറ്റു 1 മൈനസ് 2m. ഡി എന്ന് പറഞ്ഞാൽ 2 സ്റ്റേഷൻസിന് ഇൻ ബിറ്റ്വീൻ വരുന്ന ഡിസ്റ്റൻസ് ആണ്, ലെങ്ത് ആണ്. ആർ എന്ന് പറയുന്നത് എർത്തിൻ്റെ മീൻ റേഡിയസ് ആണ്. എം മീൻ കോഎഫിഷ്യന്റ് ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, സൈറ്റ് ലാൻഡിൻ്റെ ഓവറാണ്. ഓവർ ലാൻഡ് ആണെങ്കിൽ 0.07, ഓവർ സി ആണെങ്കിൽ 0.08. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിന്ന് എച്ചിൻ്റെ വാല്യൂ എത്ര കിട്ടും? എച്ചിൻ്റെ വാല്യൂ എച്ച് ഈസ് ഈക്വൽ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 2r ഇൻറ്റു 1 മൈനസ് 2m. ഓക്കെ, ഇനി നമ്മൾ ആറിൻ്റെ വാല്യൂ കൊടുക്കുകയാണ്. ആർ എർത്തിൻ്റെ റേഡിയസ് നമുക്കറിയാം, എന്താ 63570 കിലോമീറ്റർ. ഓക്കെ, അല്ല എമ്മിൻ്റെ വാല്യൂ 0.071 കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എച്ച് ഈസ് ഈക്വൽ ടു 0.06735 ഡി സ്ക്വയർ എന്ന് കിട്ടും, ഡി ഇൻ കിലോമീറ്റേഴ്സ്. ഓക്കെ, അവിടെ നമുക്ക് ഡിക്ക് ഇക്വേഷൻ കൊടുക്കാം. ഡി ഈസ് ഈക്വൽ ടു നമുക്ക് ഡി ഈസ് ഈക്വൽ ടു 3.85 റൂട്ട് 3 എന്ന് കിട്ടും, റൂട്ട് എച്ച് എന്ന് കിട്ടും. ഓക്കെ, ഡി ഈസ് ഈക്വൽ ടു 3.853 റൂട്ട് എച്ച്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. ഇടയ്ക്ക് ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ല എങ്കിൽ നമുക്ക് സിഗ്നലിൻ്റെ ഹൈറ്റ് എന്തുമാത്രം സിഗ്നലിൻ്റെ ഹൈറ്റിൽ കൊടുക്കണം, അല്ലേ? ലൈൻ ഓഫ് സൈറ്റ് ഓക്കെ ആകാനായിട്ട്, വിസിബിൾ ആകുന്നതിന് വേണ്ടി സിഗ്നൽ എന്തുമാത്രം ഹൈറ്റിൽ കൊടുക്കണം എന്നുള്ള കണ്ടീഷനാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് കേസ് പറയാം. നെക്സ്റ്റ് കേസിൽ എന്താണ് വരുന്നത്? റിലേറ്റീവ് എലിവേഷൻ ഓഫ് ദ സ്റ്റേഷൻസ്. ഈ ഒരു കണ്ടീഷനിൽ പറയുന്നത് നമുക്ക് 2 സ്റ്റേഷൻസ് എ ബി എന്ന് പറയുന്ന 2 സ്റ്റേഷൻസ്. ഈ 2 സ്റ്റേഷൻസിന് ഇൻ ബിറ്റ്വീൻ വരുന്ന ലെങ്ത് നമുക്കറിയാം, ഡി. ഓക്കെ, H1 എന്ന് പറയുന്ന ഹൈറ്റ് അറിയാം. എ എന്ന് പറയുന്ന സ്റ്റേഷനിലെ H1 ഹൈറ്റ് നമുക്കറിയാം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ബി എന്ന് പറയുന്ന സ്റ്റേഷനിൽ എന്തുമാത്രം ഹൈറ്റിൽ, ബിയുടെ വാല്യൂ H2 ആണ്, ഇവിടെ H2 ആണ് കൊടുത്തേക്കുന്നത്. ബി എന്ന് പറയുന്ന സ്റ്റേഷനിലെ H2ന്റെ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് അറിയാവുന്നുള്ളത് H1 അറിയാം, ഡി അറിയാം. ഓക്കെ, H1ഉം ഡിയും അറിയാമെങ്കിൽ ബി എന്ന് പറയുന്ന സ്റ്റേഷൻ അവിടുത്തെ ട്രയാങ്കുലേഷൻ സ്റ്റേഷന്റെ ഹൈറ്റ് എന്തുമാത്രം എലിവേറ്റ് ചെയ്യണം,
ഓക്കെ, അവിടുത്തെ സിഗ്നൽ എന്തുമാത്രം എലിവേറ്റ് ചെയ്ത് വെക്കണം. അതാണ് H2 ഹൈറ്റിലാണ് കൊടുക്കേണ്ടത്. ആ H2 ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തൊട്ട് മുന്നേ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ H is equal to d² divided by 2r into 1 minus 2m തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യും. ഓക്കെ, ഇത് രണ്ട് സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, d1 ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എ ബി നമുക്ക് ഇവിടെ സി എന്ന് കൊടുക്കും. ഓക്കെ, ഈ പോയിന്റിന് സി എന്ന് കൊടുക്കും. ഓക്കെ, ഇത് ടാൻജൻഷ്യലി ലൈൻ ഓഫ് സൈറ്റ് എ ബി എന്ന് പറയുന്ന ലൈൻ ഓഫ് സൈറ്റ് ഇവിടെ ടാൻജൻഷ്യലി പോവുകയാണ്. സി എന്ന പോയിന്റ് കൂടെ ടാൻജൻഷ്യലി പോവുകയാണ്. ഈ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യത്തില്ല, അത് പറയുന്നുണ്ട്. ഈ ഗ്രൗണ്ടിൽ നിന്ന് 2 to 3 മീറ്റർ ഹൈറ്റിലായിരിക്കണം ലൈൻ ഓഫ് സൈറ്റ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് സി എന്ന് കൊടുക്കും. അപ്പോൾ നമുക്ക് എ സ്റ്റേഷൻ മുതൽ സി എന്ന് പറയുന്ന സ്റ്റേഷൻ, സി എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് d1. ഓക്കെ, ബാക്കി d2. ഓക്കെ, ബി സി, ബിയിലുള്ളത് H2, എയിലുള്ള ഹൈറ്റ് H1, ടോട്ടൽ ഡിസ്റ്റൻസ് d. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. H1, H2, D1, D2, D. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു H1 is equal to അല്ലേ, തൊട്ട് മുന്നേ നമ്മൾ ലാസ്റ്റ് ഇക്വേഷൻ പറഞ്ഞു H1 is equal to 0.06735 d². അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ H1 നമുക്കറിയാം അല്ലേ, H1 is equal to 0.06728 d1². d1 നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് d1 കിട്ടും, ഈ ഡിസ്റ്റൻസ് കിട്ടും, d1 കിട്ടും അല്ലേ. ടോട്ടൽ ഡിസ്റ്റൻസ് d നമുക്കറിയാം. അപ്പോൾ നമുക്ക് d2 കണ്ടുപിടിച്ചുകൂടെ? എങ്ങനെയാണ്? d2 is equal to d minus d1 അല്ലേ. അപ്പോൾ നമുക്ക് d2 കിട്ടി. d2 കിട്ടുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ H2 കണ്ടുപിടിക്കാം? ഈ സെയിം ഇക്വേഷൻ കൊടുക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ ഇതാ d1 കിട്ടി അല്ലേ, തൊട്ട് മുന്നേ പറഞ്ഞ പോലെ d1 കിട്ടി. അപ്പോൾ d1 അറിയാം, d അറിയാം. അങ്ങനെയാണെങ്കിൽ d2 is equal to d minus d1. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ എടുക്കുക. രണ്ടാമത്തെ കണ്ടീഷനിൽ സെയിം ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. H2 is equal to 0.06728 d2². ഓക്കെ, രണ്ടാമത്തെ സെക്ഷനിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമ്മൾ അവിടെ എന്താണ്, അവിടെ d2 നമുക്ക് അറിയാം ഇപ്പോൾ അല്ലേ. d2 അറിയാം, നമുക്ക് അറിയാത്തത് H2 ആണ്. അപ്പോൾ H2 നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റിലേറ്റീവ്, അതായത് ഒരു സ്റ്റേഷൻ്റെ ഡേറ്റാസിൻ്റെ ഹെൽപ്പോടുകൂടി മറ്റൊരു ഡേറ്റ നമ്മൾ കണ്ടുപിടിക്കുകയാണ്, മറ്റൊരു സ്റ്റേഷൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ഒബ്ജക്ഷൻ ഇല്ലെങ്കിൽ മാത്രമേ ഇങ്ങനെ പറ്റത്തുള്ളൂ അല്ലേ. ലൈൻ ഓഫ് സൈറ്റ്, നമുക്കിവിടെ ലൈൻ ഓഫ് സൈറ്റ് ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ല. എ ടു ബി എന്ന് പറയുന്ന ലൈൻ ഓഫ് സൈറ്റ് ഒബ്സ്ട്രക്ഷൻ ഇല്ല അല്ലേ. ഇവിടെ ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ല. ഇവിടെ ഒബ്സ്ട്രക്ഷൻ വരികയാണെങ്കിലാണ് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഹൈറ്റ് കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും അല്ലെ, അത് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം അല്ലേ, അത് നമ്മൾ ഇനി പറയുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്, അപ്പോൾ ഇതിൽ പറയുന്ന മറ്റു പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ പറഞ്ഞതാണ്. ഈ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈറ്റ്, ലൈൻ ഓഫ് സൈറ്റിന്റെ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ടച്ച് ചെയ്ത് പോകുന്നത് ഗ്രൗണ്ടിൽ നിന്ന് 2 to 3 മീറ്റർ ഹൈറ്റിലായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പ്രൊഫൈൽ ഓഫ് ദ ഇന്റർവെയിനിങ് ഗ്രൗണ്ട്. അതായത് നമ്മൾ ഇന്റർവെയിനിങ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന കേസ്. ഓക്കെ, ഒരു ഒബ്സ്ട്രക്ഷൻ അവിടെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഈ സെയിം കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യണം? തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ആ ഇക്വേഷൻസും കൺസെപ്റ്റും വെച്ച് നമുക്ക് ചെയ്യാം. അല്ലാതെ ഇപ്പോൾ വേറൊരു കൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്, ക്യാപ്റ്റൻ GT മക്കോസ് ഫോർമുല എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഒരൊറ്റ ഫോർമുലയിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാവുന്നത്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ദിസ് ഈസ് ഡൺ ബൈ പ്ലോട്ടിംഗ് പീക്സ് ഓഫ് ദ അൺഡുലേറ്റിംഗ് ഗ്രൗണ്ട് ടു എൻഷുർ ദ പ്രൊപ്പോസ് ലൈൻ ഓഫ് സൈറ്റ് പാസിംഗ് എബോവ് ദ ഒബ്സ്ട്രക്ഷൻസ്. ഓക്കെ, അതായത് നമ്മൾ പ്രൊപ്പോസ്ഡ് ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഒരു അൺഡുലേറ്റിംഗ് സർഫസിൽ കൂടെയാണോ പോകുന്നത് അല്ലെങ്കിൽ അതിന് മുകളിലോട്ടാണോ പോകുന്നത് എന്ന് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫിഗർ കൊടുത്തേക്കാണ് അല്ലേ. ഇവിടെ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സ്റ്റേഷൻ, ബി എന്ന് പറയുന്ന സ്റ്റേഷൻ, ഇടയ്ക്ക് ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. സി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. പക്ഷേ ഈ ഫിഗറിൽ എന്താണ്, ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിനെ ബ്രേക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അത് ഈ കേസ് നമുക്ക് ഇതൊരു കേസാണ്. ഇത് വേറൊരു കണ്ടീഷൻ വരെ. ഇപ്പോൾ സി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഹൈറ്റിലാണ് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്താണ്, ബി എന്ന് പറയുന്ന എ ടു ബി എന്ന് പറയുന്ന ലൈൻ ഓഫ് സൈറ്റ് അവിടെ എന്താണ്, ബ്രേക്ക് ആവുക. അപ്പോൾ നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റ് കുറച്ചും കൂടെ മേളിലോട്ട് ഹൈറ്റ് ചെയ്യേണ്ടി വരും അല്ലേ, മേളിലോട്ട് അതിൻ്റെ എലിവേറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ എയിൽ നിന്ന് ബിയിലേക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ നമ്മൾ എന്തുമാത്രം ഇവിടെ ഹൈറ്റ്, ഈ ഹൈറ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. H എന്ന് പറയുന്ന ഹൈറ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം ലൈൻ ഓഫ് സൈറ്റ് എലിവേറ്റ് ചെയ്യേണ്ടി വരും എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നമുക്ക് തന്നേക്കുന്നത് ഒരു ഡേറ്റം ഉണ്ട്. ബേസിക് ആയിട്ട് നമുക്കൊരു ഡേറ്റം ഉണ്ട്.
ആ ഡേറ്റത്തിൻ്റെ ബേസിലാണ് നമ്മൾ എ ബി എന്ന് പറയുന്ന സ്റ്റേഷൻസ് എല്ലാം ഹൈറ്റ് എടുക്കുന്നത്. എച്ച് എ എന്ന് പറഞ്ഞാൽ എലിവേഷൻ ഓഫ് എ, എച്ച് ബി എലിവേഷൻ ഓഫ് ബി, എച്ച് സി എലിവേഷൻ ഓഫ് സി. ഓക്കെ, സി എന്ന് പറയുന്ന സ്റ്റേഷനിലെ എലിവേഷനാണ് സി എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു എന്താണ് ലൈൻ ഓഫ് സൈറ്റ് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ സി എന്ന് പറയുന്ന സ്റ്റേഷൻ കൺസിഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ 2s എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. എ ടു ബി ഡിസ്റ്റൻസ് 2s. സോ എ ടു സി എന്ന് പറയുന്നത് എസ് പ്ലസ് എക്സ് എന്ന് കൊടുക്കുന്നു. സി ടു ബി ഡിസ്റ്റൻസ് എസ് മൈനസ് എക്സ് എന്ന് കൊടുക്കും. ഓക്കെ, ഇതെല്ലാം നമ്മൾ അഡോപ്റ്റ് ചെയ്ത് അല്ലെ നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പമാക്കുന്നതിന് വേണ്ടി ഈ ക്യാപ്റ്റൻ മക്കോസ് മെത്തേഡിൽ കൊടുത്തേക്കുന്ന വാല്യൂസ് ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് 2s, എ ടു സി എസ് പ്ലസ് എക്സ്, സി ടു ബി എസ് മൈനസ് എക്സ്. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റ് അല്ലെ എച്ച്, ഈ ഒരു ഇന്റർവീനിങ് ഗ്രൗണ്ട് വരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ആ ഒരു റീജിയനിലാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് അവിടുത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെ മിനിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് സൈറ്റിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. അപ്പോൾ ഈ കേസിൽ നമ്മുടെ ഈ ഫിഗറിൽ എച്ച് സി എന്ന് പറയുന്നതിനേക്കാളും വലുതായിരിക്കും എച്ച് അല്ലെ. എച്ച് സി എന്ന് പറയുന്നത് ഇടയ്ക്കുള്ള ഇന്റർവീനിങ് ഗ്രൗണ്ട് ആണ്. അതിന്റെ ഹൈറ്റിനേക്കാളും ലാർജർ ആണ് എച്ചിന്റെ വാല്യൂ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഫ്രീ ആയിട്ട് നമുക്ക് ലൈൻ ഓഫ് സൈറ്റ് കാണാൻ പറ്റും. ഓക്കെ, അതേസമയം എച്ച് സി ലാർജർ ആണ്. എച്ച് സി എന്ന് പറയുന്നത് ഞാൻ വരച്ചേക്കുന്ന പോലെ എച്ച് സിയുടെ വാല്യൂ എച്ചിനേക്കാളും വലുതായിരുന്നെങ്കിൽ നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് ലൈൻ ഓഫ് സൈറ്റ് പാസ് ആകത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആ എച്ചിന്റെ വാല്യൂ ആണ് നമ്മളിവിടെ നോക്കുന്നത്. എച്ചിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുക. ഓരോ കണ്ടീഷനിലും എച്ചിന്റെ വാല്യൂ എന്തായിരിക്കും. ഓക്കെ, ദ എച്ച് എലിവേഷൻ ഓഫ് ദ ലൈൻ ഓഫ് സൈറ്റ് അറ്റ് സി. സി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന എലിവേഷൻ എന്ന് പറയുന്നത് എച്ച്. അടുത്ത ഇത് സൈ ആണ്. സൈ ഈസ് ദ സെനിത്ത് ഡിസ്റ്റൻസ് ഫ്രം എ ടു ബി. എ എന്ന് പറയുന്ന പോയിന്റിൽ സൈ എന്ന് പറയുന്ന ഒരു ആംഗുലർ മെഷർമെന്റ് ആണ്. സൈ ഇതായി കൊടുത്തേക്കുന്നതാണ് സൈ എന്ന് പറയുന്നത്. ഓക്കെ, സെനിത്ത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എയുടെ നോർത്ത് ഡയറക്ഷൻ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നോർത്ത് ഡയറക്ഷനിൽ നിന്ന് എടുത്തേക്കുന്ന ആംഗുലർ മെഷർമെന്റ് ആണ്. ഓക്കെ, എ ബി എന്ന് പറയുന്ന ലൈൻ ഓഫ് സൈറ്റിന്റെ ആംഗുലർ മെഷർമെന്റ് ആണ് സൈ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ പറയുന്നത് സെനിത്ത് ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, സെനിത്ത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അതൊരു ആംഗുലർ മെഷർമെന്റ് ആണ്. ഓക്കെ, ആംഗുലർ മെഷർമെന്റ് ആണ് സൈ എന്ന് പറയുന്നത്. ഇത്രയും ടേംസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ ജി ടി മക്കോസ് ഫോർമുല എന്ന് പറയുന്നത് എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് എച്ച് ബി പ്ലസ് എച്ച് എ. ഓക്കെ, എച്ച് ബി പ്ലസ് എച്ച് എ പ്ലസ് ഹാഫ് എച്ച് ബി മൈനസ് എച്ച് എ ഇൻറ്റു എക്സ് ബൈ എസ് മൈനസ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ കൊസി സ്ക്വയർ സൈ 1 മൈനസ് 2m/2. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് എച്ചിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, കൊസി സ്ക്വയറിന്റെ വാല്യൂ എന്താണ് നമ്മൾ സാധാരണ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു യൂണിറ്റി ആയിട്ടാണ്, ഈക്വൽ ടു 1 ആയിട്ടാണ് എടുക്കുന്നത്. ആക്യുറേറ്റ് കേസസിൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് വാല്യൂ ചെയ്യണമെങ്കിൽ ഇക്വേഷൻ ഉണ്ട്, ഇത് യൂസ് ചെയ്ത് ആക്യുറേറ്റ് വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, നോർമൽ കേസസിൽ അതിന്റെ വാല്യൂ 1 ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, 1 മൈനസ് 2m/2 ആറിന്റെ എമ്മിന്റെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും 0.0735 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എച്ചിന്റെ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ കൊടുത്താൽ ഈ ടേംസ് എച്ച് എ എച്ച് ബി എസ് എക്സ് വാല്യൂസ് എല്ലാം നമുക്ക് അറിയാമെങ്കിൽ ലൈൻ ഓഫ് സൈറ്റിന്റെ ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് കിട്ടും. തൊട്ട് മുന്നേ പറഞ്ഞ പോലെ എച്ചിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ എച്ച് സി ആണെങ്കിൽ അവിടെ എന്താണ് ലൈൻ ഓഫ് സൈറ്റ് ഫ്രീ ഓഫ് ഒബ്സ്ട്രക്ഷൻ ആണ്. ഓക്കെ, അതേസമയം എച്ച് ലെസ് ദാൻ എച്ച് സി ആണെങ്കിൽ, എച്ചിന്റെ വാല്യൂ കുറവാണ്, എച്ച് സി ആണ് കൂടുതലെങ്കിൽ അവിടെ എന്താണ് അവിടെ ബി എന്ന് പറയുന്ന സിഗ്നലിൽ ഒരു ടവർ നമ്മൾ കൊടുക്കേണ്ടി വരും. ബി എന്ന് പറയുന്ന സിഗ്നലിൽ ഒരു ടവർ ഹൈറ്റിൽ കൊടുത്താൽ മാത്രമേ എന്താണ് അവിടെ നമുക്ക് ലൈൻ ഓഫ് സൈറ്റ് ഫ്രീ ആയിട്ട് പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കേസസ് ആണ് നമ്മുടെ ഇതിൽ വരുന്നത്. ഏതാണ് ഇന്റർവിസിബിലിറ്റിയിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് സാറ്റലൈറ്റ് സ്റ്റേഷൻ ആൻഡ് റിഡക്ഷൻ ടു സെന്റർ. ഓക്കെ, സാറ്റലൈറ്റ് സ്റ്റേഷൻ ആൻഡ് റിഡക്ഷൻ ടു center. In order to better visibility, objects such as church, spires, flag, poles sometimes selected as the triangulation stations. Okay, അതായത് ബെറ്റർ വിസിബിലിറ്റി കിട്ടുന്നതിന് വേണ്ടി ചില സിറ്റുവേഷൻസിൽ നമ്മൾ എന്തായിരിക്കും ചർച്ച് സ്പയേഴ്സ്, ഫ്ലാഗ് പോൾസ്,
അതൊക്കെയാണ് ട്രയാങ്കുലേഷൻ സ്റ്റേഷൻ പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, അതായത് നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും ആ പോയിന്റ് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, പെർമനന്റ് പോയിന്റുമാണ്. അപ്പം അങ്ങനെ ചില സിറ്റുവേഷൻസിൽ ആ പോയിന്റ്സ് ആയിട്ട് ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ് ആയിട്ട് എടുക്കാം. പക്ഷേ പ്രശ്നം വരുന്നത് ഇങ്ങനെയുള്ള പോയിന്റ്സിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും റീഡിങ്സ് എടുക്കാൻ പറ്റത്തില്ല. അതായത് അവിടെ നിന്ന് ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്ത് നമുക്ക് സർവേ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് ആ സ്റ്റേഷൻ, അങ്ങനെയുള്ള സ്റ്റേഷൻസിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുക ആ സ്റ്റേഷന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേഷൻ നമ്മൾ അതിന് തൊട്ടടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യും, അല്ലെ, ഒബ്സർവേഷൻസ് എടുക്കുന്നതിന് വേണ്ടി. അങ്ങനെയുള്ള സ്റ്റേഷൻസിനെയാണ് സാറ്റലൈറ്റ് സ്റ്റേഷൻസ് ഓർ ഫോൾ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. Okay, the observations are taken from such a station. Okay, it is impossible to set up an instrument over it. In such a case, a satellite station or fold station is selected as near to the main station. Okay, തൊട്ടടുത്തായിട്ട് നമ്മൾ ഒരു ഫോൾഡ് സ്റ്റേഷൻ റീഡിങ്സ് എടുക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യാം. അതിനെയാണ് സാറ്റലൈറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. The observations are taken to the other triangulation station with the same precision as in the case of two stations. Okay, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ട്രൂ സ്റ്റേഷന്റെ അവിടെ നിന്ന് എടുക്കുന്ന അതേ രീതിയിൽ തന്നെ, അതായത് അതേ പ്രിസൈസ് വാല്യൂ, അതേ പ്രിസിഷനിൽ തന്നെ നമ്മൾ സാറ്റലൈറ്റ് സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ആക്യുറസി കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിഡക്ഷൻ ടു സെന്റർ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, ദ ഓപ്പറേഷൻ ഓഫ് അപ്ലൈയിങ് ദ കറക്ഷൻസ് ഡ്യൂ ടു ദ എക്സെൻട്രിസിറ്റി ഈസ് ജനറലി നോൺ ആസ് റിഡക്ഷൻ ടു സെന്റർ. അതായത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തേക്കുന്ന സാറ്റലൈറ്റ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ റീഡിങ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുക്കുന്ന റീഡിങ്സ് എല്ലാം ആക്യുറേറ്റ് ആയിരിക്കണം. ഓക്കെ, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ആ ആക്യുറസി കൊണ്ടുവരുന്നത് പ്രോസസ്സിനെയാണ് റിഡക്ഷൻ ടു സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, റിഡക്ഷൻ ടു സെന്റർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. The distance between the true station and the satellite station is determined either by trigonometrical leveling or triangulation. Okay, അതായത് നമുക്കറിയാം ഒരു ട്രൂ സ്റ്റേഷൻ ഉണ്ട്, അതിന് തൊട്ടപ്പുറത്ത് നമ്മൾ കൺസിഡർ ചെയ്ത സാറ്റലൈറ്റ് സ്റ്റേഷൻ. അപ്പോൾ ഈ രണ്ട് സ്റ്റേഷൻസ് ഇൻ ബിറ്റ്വീൻ വരുന്ന ഡിസ്റ്റൻസ് നമുക്ക് അറിയാവുന്നതാണ്, നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ട്രിഗണോമെട്രിക്കൽ ലെവലിംഗ് അല്ലെങ്കിൽ ട്രയാങ്കുലേഷൻ യൂസ് ചെയ്ത് ആ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം, ബാക്കിയുള്ള വാല്യൂസ് ആണ്, ആംഗുലർ മെഷർമെന്റ് ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ ഇവർ പറയുന്നുണ്ട് പ്രൈമറി ട്രയാങ്കുലേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേഷൻസ്, അതായത് സാറ്റലൈറ്റ് സ്റ്റേഷൻസ് വരാതെ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നും പറയുന്നു. അല്ലേ, സാറ്റലൈറ്റ് സ്റ്റേഷൻസ് വരുമ്പോൾ നമ്മുടെ വർക്ക് അത്രയും കൂടുകയാണ്. അപ്പോൾ അങ്ങനെ പ്രൈമറി ട്രയാങ്കുലേഷൻ ചെയ്യുമ്പോൾ തന്നെ സാറ്റലൈറ്റ് സ്റ്റേഷൻസ് മാക്സിമം വരാതെ നമുക്ക് പ്രോസസ് ചെയ്യുക എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് റിഡക്ഷൻ ടു സെന്റർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിൽ കൺസിഡർ ചെയ്തേക്കുന്നത് എ, ബി, സി 3 സ്റ്റേഷൻസ് ആണ് കൺസിഡർ ചെയ്തത്. അതിൽ ബി എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഒബ്സർവേഷൻസ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ബി എന്ന് പറയുന്ന സ്റ്റേഷനിൽ കറസ്പോണ്ടിങ് ഫോൾ സ്റ്റേഷനാണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബി എന്ന് പറയുന്ന ട്രൂ സ്റ്റേഷന്റെ സാറ്റലൈറ്റ് സ്റ്റേഷനാണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബി നിന്ന് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് എസിൽ നിന്ന് എയിലേക്കും സിയിലേക്കും റീഡിങ് എടുക്കുകയാണ്, ആംഗുലർ മെഷർമെന്റ് എടുക്കുക. ഓക്കെ, അതാണ് ഫിഗറിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് അറിയാവുന്നത് എസ് ബി എന്ന് പറയുന്ന ഈ രണ്ട് സ്റ്റേഷൻസിന് ഇൻ ബിറ്റ്വീൻ വരുന്ന ലെങ്ത് ഡി, ഈ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മാത്രമേ നമുക്കറിയാവൂ. മറ്റ് ഡിസ്റ്റൻസ് അല്ല, മറ്റ് വാല്യൂസ്, ആംഗുലർ മെഷർമെന്റ്സും മറ്റ് വാല്യൂസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എ, ബി, സി, ആംഗിൾസ് ആൽഫ, ഗാമ, തീറ്റ, β1, β2, ഈ ആംഗിൾസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് ഈ ആൽഫ എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ആൽഫ എന്ന് പറയുന്നത്, അതായത് ബിയിൽ നിന്ന് എയിലേക്ക് നോക്കുമ്പോൾ, ബിയിൽ നിന്ന് എയിലേക്ക് റീഡിങ് എടുക്കുമ്പോഴും അതിൽ ബിയിൽ നിന്ന് സിയിലേക്ക് റീഡിങ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വാല്യൂസ് എത്രയാണെന്ന് നമുക്ക് വേണം. അതായത് ആ ഒരു ആംഗിൾ എ ബി സി ആണ് നമുക്ക് വേണ്ടത്. ആ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ആൽഫ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ഈ സാറ്റലൈറ്റ് സ്റ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മറ്റ് ആംഗിൾസിന്റെ യൂസോട് കൂടി തീറ്റ, ഗാമ, β1, β2 ഇതിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ആൽഫ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, അതിന്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എസ് അറിയാം, സാറ്റലൈറ്റ് സ്റ്റേഷൻ, ഡി ഡിസ്റ്റൻസ് അറിയാം, തീറ്റ എന്ന് പറയുന്നത് ആംഗിള്,
ASC ആംഗിൾ ASC ആണ് തീറ്റ. ഗാമ എന്ന് പറയുന്നത് ആംഗിൾ BSC. ഓക്കെ, പിന്നെ വരുന്നത് ബീറ്റ 1 എന്ന് പറയുന്നത് ആംഗിൾ SAB, ബീറ്റ 2 എന്ന് പറയുന്നത് ആംഗിൾ BCS. ഓക്കെ, പിന്നെ AB എന്ന് പറയുന്നത് C, BC എന്ന് പറയുന്നത് A. ഓക്കെ, ഈ രണ്ട് പോയിന്റ്സും AB SC എന്ന് പറയുന്ന രണ്ട് ലൈൻസും കണക്ട് ചെയ്യുന്നത്, ഇന്റർസെക്ട് ചെയ്യുന്നത് O എന്ന് പറയുന്ന പോയിന്റ്. ഇത്രയും കാര്യങ്ങളാണ് ഫിഗറിൽ പറയുന്നത്. ഓക്കെ, ഇതിലെ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ട്രയാങ്കിൾ ABC. ഓക്കെ, ട്രയാങ്കിൾ ABC ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതിൽ നമ്മൾ സൈൻ റൂൾ അപ്ലൈ ചെയ്യാം. ട്രയാങ്കിൾ ABCയിൽ സൈൻ റൂൾ അപ്ലൈ ചെയ്ത് B ആൻഡ് A എന്ന് പറയുന്ന രണ്ട് സൈഡ്സ് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പാണ്. ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്ത് സൈഡ് B ആൻഡ് A കണ്ടുപിടിക്കാനാണ് പോകുന്നത്. എന്താണ് ചെയ്യുന്നത്? ആംഗിൾസ് CAB ആൻഡ് ACB. ഓക്കെ, ആംഗിൾ CAB ആൻഡ് ആംഗിൾ BAC, ആംഗിൾ CAB ആൻഡ് ആംഗിൾ ACB. ഓക്കെ, ഈ രണ്ട് ആംഗിൾസും നമുക്കറിയാം അല്ലെ? കാര്യം എന്താണ്? എയിൽ നിന്ന് നമുക്ക് ബിയിലേക്ക് മെഷർമെന്റ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സിയിൽ നിന്ന് ബിയിലേക്ക് നമുക്ക് മെഷർമെന്റ് എടുക്കാം. അപ്പൊ ഈ രണ്ട് ആംഗിൾസ് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? ഈ രണ്ട് ആംഗിൾ CABയും ആംഗിൾ ACBയും അറിയാം. കാര്യം എയിലും സിയിലും നമുക്ക് ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ആംഗിൾസ് അറിയാം. അപ്പോൾ നമുക്ക് എന്താണ്? സൈൻ റൂൾ അപ്ലൈ ചെയ്യാണ്. സൈൻ റൂൾ എങ്ങനെയാണ്? A/A ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് CAB, ഓപ്പോസിറ്റ് ആംഗിളിന്റെ സൈൻ അല്ലെ, ഈക്വൽ ടു എന്താണ്? B ബൈ സൈൻ ഓഫ് ABC. ഓക്കെ, നെക്സ്റ്റ് C ബൈ സൈൻ ഓഫ് ACB. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സൈൻ റൂൾ അപ്ലൈ ചെയ്യുന്നത്. ട്രയാങ്കിൾ ABCയിൽ സൈൻ റൂൾ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? A is equal to B സൈൻ CAB ബൈ സൈൻ ABC എന്ന് കിട്ടും. C is equal to B സൈൻ ACB ബൈ സൈൻ ABC എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എയും കിട്ടി സിയും കിട്ടി അല്ലെ? എയുടെ വാല്യൂയും സിയുടെ വാല്യൂയും കിട്ടി. ഓക്കെ, നമുക്ക് ACയുടെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അല്ലെ? AB എന്ന് പറയുന്നത് കണ്ടുപിടിക്കാവുന്നുള്ളൂ. അപ്പൊ സിയും എയും നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. A ആൻഡ് സിയുടെ വാല്യൂസ് കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണ്? നെക്സ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആംഗിൾ ABC. അപ്പൊ നമുക്ക് ആംഗിൾ ABC എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ഡിഗ്രി മൈനസ് ആംഗിൾ BAC മൈനസ് BCA ആയിരിക്കും അല്ലെ? അതായത് മറ്റു രണ്ട് സൈഡ്സ് മൈനസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ സാറ്റലൈറ്റ് സ്റ്റേഷന്റെ എന്താണ്? സാറ്റലൈറ്റ് പോയിന്റ് കൂടെ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ആണ് ഇനി കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ASB ആൻഡ് SCB. ഓക്കെ, ആ രണ്ട് ട്രയാങ്കിളിൽ നിന്നും ബീറ്റ1 കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ അവിടെ സൈൻ റൂൾ അപ്ലൈ ചെയ്യുന്നു. എന്താണ്? സൈൻ ബീറ്റ1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത്? SB സൈൻ ASB ഡിവൈഡ് ബൈ BA എന്ന് കിട്ടും. ബിയുടെ വാല്യൂ C നമുക്കറിയാം. സൈൻ ബീറ്റ2 SB സൈൻ BSC ഡിവൈഡ് ബൈ BC ഈസ് ഈക്വൽ ടു D സൈൻ ഗാമ ബൈ A എന്ന് കിട്ടുക. ഓക്കെ, ഇതിലെല്ലാ വാല്യൂസും നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? അപ്പോൾ സൈൻ ബീറ്റ1 സൈൻ ബീറ്റ2 നമുക്ക് അറിയാം അല്ലെ? തീറ്റ അറിയാം, ഗാമ അറിയാം. അതെല്ലാം നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നതാണ്. ആ വാല്യൂസ് എല്ലാം നമ്മൾ എടുക്കുന്നത് സാറ്റലൈറ്റ് സ്റ്റേഷനിൽ നിന്നാണ് അല്ലെ? അപ്പൊ നമുക്ക് എല്ലാ വാല്യൂസും അറിയാവുന്ന D അറിയാം, A അറിയാം, C അറിയാം. സൈൻ ബീറ്റ1 സൈൻ ബീറ്റ2 നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അല്ലെ? ഇനി നെക്സ്റ്റ് പറയുന്നത് ഈ D എന്ന് പറയുന്ന വാല്യൂ വളരെ ചെറുതാണ് അല്ലെ? മറ്റു വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ നേരത്ത് D എന്ന് പറയുന്നത്, അതായത് B എന്ന് പറയുന്ന ട്രൂ സ്റ്റേഷന്റെ തൊട്ട് അടുത്തായിരിക്കും നമ്മൾ S എന്ന് പറയുന്ന സ്റ്റേഷൻ വെക്കുന്നത്.
അപ്പോൾ ഡി എന്ന് പറയുന്ന വാല്യൂ വളരെ ചെറുതായിരിക്കും അല്ലേ. സോ നമുക്ക് എങ്ങനെ എഴുതാം? β1 സൈൻ ബീറ്റയിൽ നിന്ന് β1 ഈസ് ഈക്വൽ ടു സൈൻ β1 ഡിവൈഡഡ് ബൈ സൈൻ 1 സെക്കൻഡ് എന്ന് എഴുതാം. ഓക്കെ, β2 ഈസ് ഈക്വൽ ടു സൈൻ β2 ഡിവൈഡഡ് ബൈ സൈൻ 1 സെക്കൻഡ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഡിയുടെ വാല്യൂ വളരെ ചെറുതായതുകൊണ്ടാണ് β1 β2 എക്സ്ട്രീംലി സ്മോൾ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, β1ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? ഡി സൈൻ തീറ്റ പ്ലസ് ഗാമ ബൈ സി ഇൻറ്റു 206.265 എന്ന് കിട്ടും. അതായത് ഈ സൈൻ 1 സെക്കൻഡ് ഡിനോമിനേറ്റർ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ആ വാല്യൂ വരുന്നത്. അല്ലെങ്കിൽ ഒരു വലിയൊരു വാല്യൂ വരും. ഓക്കെ, β2നും അതുപോലെ ഡി സൈൻ ഗാമ ഡിവൈഡ് ബൈ എ ഇൻറ്റു 206265 എന്ന് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയായി? നമുക്ക് β1 ആയി, β2 ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ആൽഫയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫിഗർ നോക്കാം. ആൽഫ നമുക്ക് β1 കിട്ടി, β2 കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എഴുതുന്നത് ആൽഫ ഈസ് ഈക്വൽ ടു ആംഗിൾ എ ബി സി ആൽഫ ഈസ് ഈക്വൽ ടു എന്താണ്? ആംഗിൾ എ ഒ സി മൈനസ് β2, ആംഗിൾ എ ഒ സി. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ആംഗിൾ ബി ഒ സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ആൽഫയും β2 ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് അല്ലേ. രണ്ട് ആംഗിൾസും ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും ആംഗിൾ എ ഒ സി. അപ്പോൾ നമുക്ക് ആൽഫ എങ്ങനെ എഴുതാം? ആംഗിൾ എ ഒ സി മൈനസ് β2 എന്ന് എഴുതാം അല്ലേ. അതാണ് ആംഗിൾ എ ഒ സി മൈനസ് β2. ഓക്കെ, ഇനി ആംഗിൾ എ ഒ സി എന്താണെന്ന് നോക്കാം. ആംഗിൾ എ ഒ സി ഈ ആംഗിൾ എ ഒ സി എന്താണ്? ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെയിം കേസാണ്. β1ഉം തീറ്റയും ആഡ് ചെയ്യുന്നതിന് ഈക്വൽ അല്ലേ ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത്. β1ഉം തീറ്റയും ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആണ് ആംഗിൾ എ ഒ സി. ഓക്കെ, അപ്പോൾ ആംഗിൾ എ ഒ സി ഈസ് ഈക്വൽ ടു β1 പ്ലസ് തീറ്റ നമുക്ക് എഴുതാം. ഇതാ ആംഗിൾ എ ഒ സി എന്ന് പറഞ്ഞാൽ β1 പ്ലസ് തീറ്റ. അപ്പോൾ നമുക്ക് എഴുതാം തീറ്റ പ്ലസ് β1 മൈനസ് β2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ β1ന്റെ വാല്യൂ നമുക്കറിയാം, β2ന്റെ വാല്യൂ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾ എ ബി സി അതായത് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ചെയ്തത് സാറ്റലൈറ്റ് സ്റ്റേഷനിൽ നിന്നാണ് സർവേ ചെയ്തേക്കുന്നത്. അവിടുത്തെ റീഡിങ്സ് അതായത് തീറ്റയുടെയും ഗാമയുടെയും ഹെൽപ്പോട് കൂടി നമ്മൾ ആൽഫ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ പറയുന്നത് ഈ ബി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ബി എന്ന് പറയുന്ന ട്രൂ സ്റ്റേഷന്റെ ഏത് സൈഡിലും അല്ലെ ഏത് ഡയറക്ഷനിലും നമുക്ക് സാറ്റലൈറ്റ് സ്റ്റേഷൻ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ലെഫ്റ്റ് സൈഡിലാണ് അല്ലെ. ബിക്ക് ലെഫ്റ്റ് സൈഡിലാണ് എസ് നമ്മൾ ഫിക്സ് ചെയ്തത്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ബിക്ക് ഫ്രണ്ടിൽ വയ്ക്കാം അല്ലെ S3, റൈറ്റ് സൈഡിൽ വയ്ക്കാം S2, ബാക്ക് സൈഡിൽ വയ്ക്കാം S4. അപ്പോൾ ഓരോ പൊസിഷനിൽ വയ്ക്കാൻ നേരത്തും അവിടെ റീഡിങ്സ് എന്താണ്? അവിടുത്തെ ഇക്വേഷൻസിന് ചെറിയ മാറ്റം ഉണ്ടാകും. ഇനിയിപ്പോൾ ബിക്ക് റൈറ്റ് സൈഡിലാണ് വയ്ക്കുന്നത് എങ്കിൽ അതാണ് ഫിഗർ ബി കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ബിയുടെ റൈറ്റ് സൈഡിലാണ് S2 ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബിയുടെ ഫ്രണ്ടിലാണ് S3 സാറ്റലൈറ്റ് സ്റ്റേഷൻ ഇരിക്കുന്നത്. ഡി എന്ന് പറയുന്ന ഫിഗറിൽ കൊടുത്തേക്കുന്നത് ബിയുടെ ബാക്ക് സൈഡിലാണ് സാറ്റലൈറ്റ് സ്റ്റേഷൻ ഇരിക്കുന്നത് S4. ഓക്കെ, അപ്പോൾ ഈ ഓരോ കേസസിലും ആൽഫയുടെ വാല്യൂ മാറിയാണ് വരുന്നത്. അപ്പോൾ ആൽഫയുടെ വാല്യൂ ഓരോ കേസ് പറയുന്നത്. കേസ് 1 നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആൽഫ ഈസ് ഈക്വൽ ടു തീറ്റ പ്ലസ് β1 മൈനസ് β2. നെക്സ്റ്റിൽ ആൽഫ അതായത് റൈറ്റ് സൈഡ് ആണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു തീറ്റ മൈനസ് β1 പ്ലസ് β2. തേർഡിൽ ഫ്രണ്ടിലാണ് എന്താ S3 പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ ഈസ് ഈക്വൽ ടു തീറ്റ മൈനസ് β1 മൈനസ് β2. ലാസ്റ്റ് കേസ് അതായത് ബാക്ക് സൈഡ് ആണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു തീറ്റ പ്ലസ് β1 പ്ലസ് β2. ഓക്കെ, ഓരോ പൊസിഷനിലും ആൽഫയുടെ വാല്യൂ മാറുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കേസസ് ആണ് റിഡക്ഷൻ ടു സെന്ററിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇന്റർവിസിബിലിറ്റി ആൻഡ് റിഡക്ഷൻ ടു സെന്റർ. റിഡക്ഷൻ ടു സെന്ററിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഈ ഇക്വേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിലെ പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സ്റ്റെപ്സ് എന്ന് ഒന്നും കൂടെ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇടയ്ക്ക് നമ്മൾ പറഞ്ഞതിൽ ചെറിയൊരു ക്ലാരിറ്റി ചെറിയൊരു ഡൗട്ട് പോലെ വന്നായിരുന്നു. അത് നമ്മൾ
പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, പിന്നെ സാറ്റലൈറ്റ് സ്റ്റേഷനിൽ റിഡക്ഷൻ ടു സെൻറ്റർ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. പിന്നെ ഇന്റർ വിസിബിലിറ്റി, അതിൽ 3 ഇക്വേഷൻസ് ഉണ്ട്, 3 കേസസ് ഉണ്ട്, അതും നോക്കുക. ഓക്കെ.